വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് പിള്ളേരെ കൊണ്ടൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചേ. കാരണമെന്ന് വെച്ചാൽ ചൂടും വെക്കേഷനും എല്ലാം കൂടെ അല്ലേ, ഭയങ്കര പിരിപ്പാണ്. നിങ്ങളുടെ അവിടെയൊക്കെ പിരിപ്പുണ്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതിയെന്ന് തോന്നുന്നു ഇത് കാണുമ്പോൾ. കാരണം എനിക്ക് 2 ആമക്കളാണ്, 3 പേരുണ്ട്. ഒരാൾക്ക് 3 വയസ്സായിട്ടേ ഉള്ളൂ, ബാക്കി 2 പേർക്കും 1.5 വയസ്സിൻ്റെ വ്യത്യാസം. ഭയങ്കര അടിയാണ്, ഭയങ്കര അടി. ഇത്തിരി നേരം ഇരുന്ന അപ്പോൾ കസിൻസ് വന്നിട്ടുള്ളതുകൊണ്ട് അവരുമായിട്ടും ചേരത്തില്ല, അവരുമായിട്ടും അടി. അപ്പം പിന്നെ അവരെയും കൊണ്ട് വൈകിട്ട് ഒന്ന് പുറത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലാണെങ്കിൽ അലച്ചലച്ച് തൊണ്ടയുടെ വെള്ളം പറ്റും. അപ്പം അവിടെ എങ്ങാനും കൊണ്ടുപോയി ഇപ്പം ആക്കുളം പാർക്ക് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആകുമ്പം അതിൻ്റെ അകത്തിട്ടാൽ എങ്ങോട്ടും പിരിപ്പ് കാണിച്ച് പോകത്തില്ല. അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇന്ന് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അത് വെച്ച് എല്ലാവരെയും കൊണ്ട് പോവാം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നാത്തൂനും വന്നിട്ടുണ്ട്, നാത്തൂൻ്റെ 2 മക്കൾ, പിന്നെ അനിയത്തിയുടെ മോളും. അപ്പം നമ്മൾ ഒരാഴ്ച അവിടെ ആയിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പം പിന്നെ അവരിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ നമ്മളും ഒറ്റപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ്. ട്രിവാൻഡ്രത്താണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ സ്കൂളുള്ളപ്പം നമ്മൾ വിളിക്കാനും അങ്ങനെയൊക്കെ പോയി നമ്മൾ അങ്ങ് സമയം പോവും. അങ്ങനെ നമ്മൾ ആക്കുളം പാർക്കിൻ്റെ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഇത് ആക്കുളം പാർക്കിൻ്റെ ആക്കുളം പാർക്ക് ഇപ്പുറത്തെ സൈഡും അപ്പോൾ പോകുമ്പോൾ വലത്തെ സൈഡും ആക്കുളം പിന്നെ ആ കായലിൻ്റെ സൈഡാണ്. അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനും, അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് ഇപ്പുറത്തെ സൈഡ് കാണാൻ. പക്ഷേ എൻ്റെ മക്കൾക്ക് അവിടെ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ പാർക്കിലോട്ട് തന്നെ പോവാം. എല്ലാവരും ഉണ്ട്. എൻ്റെ മോനെ ചെരുപ്പിടിപ്പിക്കുകയാണ് എൻ്റെ അനിയത്തിയുടെ മോള് കേട്ടോ. ഇതെൻ്റെ ആങ്ങളയുടെ മോളാണ്, ഞാൻ കൈ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും കൊണ്ട് ആക്കുളം പാർക്കിലോട്ട് അങ്ങ് പോവുക. നേരത്തെയൊക്കെ ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു, അറിയായിരിക്കും. ഇപ്പം നല്ല ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് എൻ്റെ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കയറി പോവാം. ഇനി അതിൻ്റെ അകത്ത് ചെന്നിട്ട് എന്തോ ആക്കുന്നോ എന്തോ പടച്ചോനറിയാം. ഇവിടെ നല്ല രസമാണ്, പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ ചെടിക്ക്. വേറുള്ളിടത്ത് അപേക്ഷിച്ച് ഇവിടെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ നമ്മൾ മേടിക്കാൻ വെച്ചേക്കുവാണ്. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. നിങ്ങൾ ആക്കുളം പാർക്കിൽ വന്നിട്ടുണ്ടോ? കളിക്കാൻ മേളിൽ റൈഡൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ പിള്ളേരെയും കൊണ്ട് പോയാൽ പെട്ടുപോകും. കയ്യിൽ കുറേയും കാശുണ്ടെങ്കിൽ ഇതിനകത്ത് കയറാം. നേരത്തെ പക്ഷേ നമ്മൾ പോകുന്ന എൻട്രി ടിക്കറ്റ് മാത്രമേ ഉള്ളായിരുന്നു, നമുക്ക് പിന്നെ താഴെയുള്ള അത് മാത്രം മതിയായിരുന്നു. അതിനകത്ത് പൈസയൊന്നും ആവത്തില്ല. ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കയ്യിൽ കുറേ കാശുമായിട്ട് പോയാൽ നമുക്ക് കയറി വരാം. ഇപ്പം ഞാനപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരെയും ടിക്കറ്റ് എടുത്ത് അകത്ത് കൊണ്ടുപോവാം. അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഇത് ചോദിക്കുക ഇതെല്ലാം ആരുടെയാണെന്ന്. അപ്പം ഞാൻ പറയുവാണ് എല്ലാം എൻ്റെ ആണെന്ന്, ആ പോകുന്ന എല്ലാം എൻ്റെ ആണെന്ന്. അപ്പം എടുത്ത് അകത്ത് കയറിയപ്പോൾ എൻ്റെ മൂത്ത മോന് അവന് 12.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവന് ഇങ്ങനെ ഉള്ളതിനകത്തൊന്നുമില്ല, അവൻ ഇതിനകത്ത് കയറണം. അതിന് ഒറ്റ വാശിയിൽ നിൽക്കുമ്പം അല്ലാതെ ഒരാൾക്ക് കയറുന്നതിന് എന്തോ ഒരാൾക്ക് 100 രൂപയാണ്. പക്ഷേ നമ്മളിപ്പം 4 പേരുള്ളതുകൊണ്ട് 250 രൂപ കൊടുത്താൽ മതി. 50 രൂപ നമുക്ക് ഇതായിട്ട് കിട്ടും. അപ്പം നമ്മളിപ്പം പോവുക. കുഞ്ഞുങ്ങളെ എന്തായാലും കയറ്റത്തില്ല. അപ്പോൾ അവർ 4 പേരും പോയി കയറാൻ വേണ്ടി. അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കുക. ഇത് ഇച്ചിരി എൻ്റെ ഇളയ മോനാണേ, 3 വയസ്സാണ്. അയാൾ ഇച്ചിരി പാവമാണ്, എപ്പോഴും അമ്മക്കുട്ടിയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം, ഞാനെടുത്തുകൊണ്ട് നടക്കണം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ? ഞാനപ്പോൾ കട്ടിലിൽ പോയി കിടക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ വന്നിരുന്ന് കളിച്ചോളും, വേറെ ശല്യമൊന്നുമില്ല. അവിടെ തന്നെ കുറേ കളിപ്പാട്ടമൊക്കെ ഇട്ട് കളിച്ച് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇപ്പോൾ ആക്കുളം ഇപ്പോൾ ട്രെയിനിലൊക്കെ ഇപ്പം അതൊക്കെ പൈസ കൊടുത്ത് കയറേണ്ടതാണ്. നമ്മളിങ്ങനെ പോവുക, ഞാനിങ്ങനെ നോക്കി പോയി. അതിൻ്റെ ഇത് നമ്മുടെ മുകളിലോട്ട് പോകുന്ന ഇതാണ്. അവിടെ മൊത്തം നമ്മൾ പൈസ കൊടുത്ത് കയറുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ പിള്ളേരെ ഇപ്പോൾ ഇതിനകത്ത് കയറ്റാൻ പോവാ. എന്താ പറയുക, ആ വെള്ളത്തിൽ കിടന്ന് ഉരുളുന്ന സാധനത്തിനകത്ത്, ബലൂൺ പോലത്തുള്ള സാധനത്തിനകത്ത്. അപ്പം മറ്റേ എൻ്റെ ആങ്ങളയുടെ മക്കളും അനിയത്തിയുടെ മോളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത്. ഇവന്മാരെ ഞാൻ ഇതിന് മുന്നേ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ സുഖം അടിച്ചപ്പോഴാണ് ഇപ്പം വീണ്ടും കയറണമെന്ന് പറയുന്നത്. ഇനി അതിനകത്ത് കയറിയിട്ട് എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും
നമ്മുടെ വീട്ടിൽ കിടന്നിട്ട് അടിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അടി കൂടിയിട്ടാണോ വരുന്നതെന്ന് നമുക്കിനി കണ്ടറിയാം. എല്ലാവരും വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങോട്ട് വലിയ ചിരിച്ചൊക്കെ കയറും, ഇങ്ങോട്ട് ഇനി പരാതിയും പരിഭവങ്ങളുമായിട്ടാണ് വരുന്നത്. എന്നെ തൊട്ടു, എന്നെ മാന്തി, എന്നെ അടിച്ചു, യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യിക്കണം. അങ്ങനെ കയറാൻ പോവുക. ഇത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നാത്തൂനാണ് പോയത്. അത് കുറേ കഷ്ടപ്പെട്ടു, മേളിലൊക്കെ പോയി ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് അവിടെ ആണെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി വിട്ടു. പിന്നെ അവൾ അവിടെ നിന്ന് കയറി ഇറങ്ങി. പിന്നെ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞ ഫ്രണ്ടിലാണ് പോയി എടുത്തിട്ട് വരാൻ. അപ്പോൾ അവൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ കയറി പോയതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കയറാൻ വേണ്ടി നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും. ഈ ഹാപ്പി ഒന്നും തിരിച്ചിറങ്ങുമ്പം കാണത്തില്ല. തിരിച്ചിറങ്ങുമ്പം പരാതി പരിഭവം, അവനെന്നെ തൊട്ടു, പിന്നെ ഭയങ്കര സങ്കടങ്ങൾ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇതാണ് എൻ്റെ മൂത്ത മോൻ. അയാൾക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉള്ളത്. കയറുക, നല്ല ഹാപ്പി ആയിട്ട് കയറുന്നുണ്ട്. എല്ലാവരും കയറി ഇരുന്നു, സ്ഥലമൊക്കെ ഉറപ്പിച്ചു ഇരിക്കുക. ഇനി പടച്ചോനറിയാം ഇറങ്ങി വരുമ്പം എന്തോ കാണിക്കുന്നു. അങ്ങനെയെല്ലാം ഇരുന്ന് ബാക്കി ഇത് ഇവിടെ എൻ്റെ നാത്തൂനാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അപ്പം അവൾ ഇവിടെ നിന്ന് നോക്കുകയാണ്, ഞാൻ മറ്റേ കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പുറത്ത് നിൽക്കുകയാണ്. സ്ലൈഡിൽ നിരങ്ങുവാണ് മോളും കുഞ്ഞും കൂടെ. അപ്പം ഇവരെ നോക്കിക്കൊണ്ട് ഇവളെ നിൽക്കുകയാണ്. കറക്കയും കൂടെ വിട്ട് ഇന്നത്തെ കാര്യം ഓക്കെ ആയി കേട്ടോ. അല്ലാതെയോ ചേരുന്നില്ല. ഇനിയിപ്പോൾ എന്തോ ആവുന്നോ എന്തോ. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ നിന്ന്, പക്ഷേ ഇളയ 2 മക്കളും പാവങ്ങളാണ്, അവരിങ്ങനെ കുഞ്ഞുങ്ങളാണ്. അപ്പം അവൾ ആങ്ങളയുടെ മോള് നല്ല കുറച്ച് ആക്റ്റീവാണ്, നല്ല കാര്യം പറയും. എൻ്റെ മോനിൽ 3 മാസത്തേക്ക് വ്യത്യാസമാണ്. പക്ഷെ എൻ്റെ മോൻ ഈ കാർട്ടൂൺ കണ്ടാണോ എന്തോ അവൻ ഈ മലയാളം അറിയത്തില്ല, ഈ ഇംഗ്ലീഷ് നല്ല പ്യുവറും അല്ല പറയുന്നത്. അവനിങ്ങനെ കാർട്ടൂൺ ഭാഷയാണ് പറയുന്നത്. കാർട്ടൂണെ കണക്ക് അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കും. അതിനിപ്പോൾ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം നഴ്സറിയിലായിരുന്നു വിട്ടുകൊണ്ടിരുന്നത്. അവിടെയും അപ്പോൾ അവരിങ്ങനെ ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഞാൻ സ്പീച്ച് തെറാപ്പിക്ക് പോയപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇവിടെ അംഗൻവാടിയിൽ വിടാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ അംഗൻവാടിയിലാണ് വിടുന്നത് കേട്ടോ. അംഗൻവാടി നമുക്ക് അടുത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ വിട്ടത്. ഒരു പ്രയോജനം ഇല്ലായിരുന്നു അവിടെ വിട്ടിട്ട്. ഒരു 6-7 മാസം പോയി. 6-7 മാസം പോയിട്ട് ഒരു വർഷം അംഗൻവാടി പോയപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. സ്പീച്ച് തെറാപ്പി കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇപ്പം ചില വാക്കുകൾ നേരത്തെ അമ്മ എന്നൊന്നും വിളിക്കത്തില്ലായിരുന്നു അവൻ, മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിള്ളേർ കാണിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ അംഗൻവാടി വിടുന്നത്. എനിക്കൊന്ന് അംഗൻവാടി വിടുന്നതാണെന്ന് തോന്നുന്നു നല്ലത്. വെറുതെ നമ്മുടെ കാശും പോവും, നമുക്ക് ടെൻഷനും. അവരുടെ കുറേ റെസ്ട്രിക്ഷനൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ടേയും വരും. ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആണ്, പിള്ളേരും ഫ്രീ ആണ്, ഫുഡും കൊടുത്തു വിടണ്ട. ഇത് ഫുഡും എല്ലാം കിട്ടും, നല്ല ആഹാരം. അവ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്നാൽ കഴിക്കത്തില്ല. അപ്പം അതിനകത്ത് കിടക്കുക. ഇനി വരുമ്പം കാണാം എന്തൊക്കെ തകിലും പുകിലുമാണെന്നുള്ളത്. അതിനകത്ത് 3 എണ്ണം കൂടെ ഉണ്ട്. അടിച്ച് ആ കായലി ഇടാതിരുന്നാൽ കൊള്ളാം. സ്കൂള് തുറന്നാൽ മതി എന്ന് തോന്നും, കാരണം അത്രയ്ക്ക് അടിയാണ് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു പാട് ഓർക്കുമ്പോൾ, കാരണം എൻ്റെ മൂത്ത മോൻ KVയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനൊരു 6:30 ആകുമ്പം പോകണം. അപ്പോൾ നമ്മളൊരു 4 മണിക്കൊക്കെ എഴുന്നേറ്റാൽ വിടാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ആൾ ഇവിടെ ഒരു സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മുക്കോലയ്ക്കൽ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അയാൾക്കൊരു 7:15 ആവും. 7:15-7:30 ആകുമ്പം പോയാൽ മതി. അപ്പോൾ രാവിലെ പോയിട്ട് മൂത്ത ആളിഞ്ഞ് വരും. 12:30 ആകുമ്പം വരും. 12:30 ആകുമ്പം വരുമ്പം പിന്നെ വന്ന് കിടന്നാൽ TV ആണല്ലോ. അപ്പം വിചാരിക്കും എവിടെയെങ്കിലും കൊണ്ടാക്കാമെന്ന്. ഇതൊക്കെ തന്നെ ഓരോ അമ്മമാരുടെ പ്രശ്നങ്ങൾ. ഇത് നമ്മൾ വീട്ടിൽ വരുന്ന ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ഇതൊക്കെയാണോ പ്രശ്നങ്ങൾ എന്നുള്ള ഇതിൽ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇറങ്ങി വന്നപ്പോൾ 100 പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോനെ ചവിട്ടി ഇവള് എൻ്റെ അനിയത്തിയുടെ മോള് അതിനകത്ത് ഇറങ്ങിയപ്പോൾ കാലെന്തോ കൊണ്ടതാ വയറ്റിനകത്ത്. അന്നേരം തൊട്ട് എനിക്ക് വയ്യ, എനിക്ക് തല കറങ്ങുന്ന, ഛർദ്ദിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ആകെ മുകിലായിരുന്നു കേട്ടോ. ഭയങ്കര ഇരിക്കും, എൻ്റെ അടുത്ത് കയറി ഇരിക്കും, എങ്ങും ഇറങ്ങാതെ. വെയ്യാതെ പറഞ്ഞിരിക്കുക, ചവിട്ടി അടിച്ച് മാന്തി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വല്ല ചാതിയും കൊണ്ടുവന്നു. പിന്നെ നമ്മൾ നേരെ വന്ന് ലുലു മാളിൽ വന്ന്. ഇന്ന് അയാൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് എൻ്റെ
ആങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അവന് 7 വയസ്സാവുന്നു. അപ്പം അവൻ്റെ ബർത്ത്ഡേ ഈ നമ്മൾ ലുലു മാളിൽ കൊണ്ടുവന്ന ഒരു കേക്ക് വാങ്ങിച്ച് ആഘോഷിക്കുവാണ്. അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ. അപ്പം നമ്മളിഞ്ഞ് ആദ്യമായിട്ടാവും വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുമായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെക്കേഷൻ ആദ്യം പോയിട്ട് നമ്മളിഞ്ഞ് വരും. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ഒന്നും നമ്മൾ അവിടെ നിൽക്കത്തില്ല, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടേത് സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിൽ, അപ്പോൾ മെയ് 1-നുള്ളതാണ് കേട്ടോ, തൊഴിലാളി ദിനത്തിലുള്ളതാണ് അവൻ. അപ്പം എല്ലാവർക്കും കൊടുക്കുകയാണ്. അവനെല്ലാവർക്കും വായിൽ, ഞാനാണെങ്കിൽ അവിടെ നിന്ന്, എനിക്ക് കേക്കൊന്നും ഇഷ്ടമല്ല, അപ്പോൾ അവിടെ എല്ലാം സാലഡ് കിട്ടുമല്ലോ, മറ്റേ മാങ്ങ, അപ്പോൾ അത് വെച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ തിന്ന് ഇതുവരെയുള്ള വീഡിയോ. താങ്ക്സ് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.